രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ഒടുവിൽ ജാമ്യം. കേസിൽ അറസ്റ്റിലായി 16 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചത്. ഉപാധികളോടെയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പതിനാറ് ദിവസമായി റിമാൻഡിലാണെന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുമുള്ള വാദത്തോടെയാണ് രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. തുടർന്ന് നടന്ന വാദത്തിനിടെ തെറ്റിനി ആവർത്തിക്കില്ലെന്നും രാഹുൽ പറഞ്ഞു. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തുമില്ല. ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്നും തെളിവെടുപ്പ് കഴിഞ്ഞെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഒടുവിൽ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ 5ാം പ്രതിയായ രാഹുൽ ഈശ്വറിന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. 16 ദിവസത്തോളം ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കള്ളപ്പരാതി എടുത്തൂടെ? കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഡിസംബർ 11-നാണ് രാഹുൽ ഈശ്വറിനെ വീണ്ടും റിമാൻഡ് ചെയ്തത്. നേരത്തെ 2 തവണ കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അന്ന് രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ജയിലിൽ നിരാഹാര സമരം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നടപടി. ഇതോടെ നിരാഹാരം അവസാനിപ്പിക്കാൻ രാഹുൽ തയ്യാറായി. തുടർന്നാണ് ഇന്ന് വീണ്ടും ജാമ്യഹർജിയിൽ വാദം നടന്നതും വിധി പ്രസ്താവിച്ചതും. അതേസമയം ഈ കേസിലെ 4ാം പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി മാറ്റി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.